നമസ്കാരം, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെൽത്തി പായ്ക്കാണ്. അതായത് ജോയിന്റ് പെയിൻ, മഴക്കാലം എത്തി എല്ലാവർക്കും കാല് മുട്ട് മടക്കാൻ വയ്യ, കൈമുട്ട് മടക്കാൻ വയ്യ, അങ്ങനെ ഒരുപാട് ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് നല്ല ഒരു മെഡിക്കൽ പായ്ക്കാണ് ഞാൻ ഇന്നിവിടെ. ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതെങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു പിടി മുരിങ്ങയിലയുണ്ട്. ഇത് മുരിങ്ങയിലയുടെ പട്ടയാണ്. ഇത് ചെത്തി ഞാൻ ഇത്രയും എടുത്തു. അപ്പം ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടികല്ലിലോ ഒരലിലോ വെച്ച് ചതച്ചെടുക്കുക. ഇത് മുരിങ്ങയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതിൽ ചതച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ഇടിച്ചു ചതച്ച് അരച്ച് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പം മുരിങ്ങയുടെ പട്ട ഇതുപോലെ നമ്മൾ കരിമീൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്യുന്ന ആ തടിയിലിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മൾ ഉള്ളിയൊക്കെ ഇടിക്കുന്ന അതിലിട്ട് ചതച്ചെടുക്കുക, ഇടികല്ലിലിട്ട് ചതച്ചെടുക്കും. ഇത് ഞാൻ മുരിങ്ങയില ഇത്രയും കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഇത് ചതച്ചും എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, മുരിങ്ങപ്പെട്ട ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ മുരിങ്ങപ്പെട്ട അരച്ചെടുത്തപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്താണ് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങയിലക്കകത്തോട്ട് ഈ ജ്യൂസ് ഞാൻ അരിച്ചൊഴിച്ച് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഈ ജ്യൂസിലാണ് ഞാൻ മുരിങ്ങയില അരച്ചെടുത്തോണ്ട് വരുന്നത്. എന്നിട്ട് തിരിച്ചു വരാം. മുരിങ്ങയില ഞാൻ അരച്ചത് കുറച്ച് ഭാഗം എടുത്ത് ഞാൻ അപ്പത്തട്ടില വെച്ചിരിക്കുകയാണ്. ഇഡ്ഡലിത്തട്ടില ഞാൻ നല്ലതുപോലെ ഒന്ന് സ്റ്റീം ചെയ്യുകയാണ്. ആവി കൊള്ളിച്ചതിന് ശേഷം ഇതൊരു കിഴി കെട്ടണം. അതിനു വേണ്ടി ഇത് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സ്റ്റീം ആയിട്ടുണ്ട്, നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കല്ലുപ്പും മുരിങ്ങയില ചതച്ചതും കൂടെ ഞാൻ ആവി കയറ്റിച്ചു. ആവി സ്റ്റീം ചെയ്തതിന് ശേഷം ഇതിനി ചെറു ചൂടോടെ നമുക്ക് കാൽമുട്ടില് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ജോയിന്റ് പെയിന് അതുപോലെ തന്നെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ മുറിവെണ്ണ കണ്ടല്ലോ, ഈ മുറിവെണ്ണ നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂർ മസാജ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടെ കല്ലുപ്പും മുരിങ്ങയിലയും കൂടെ ചതച്ചതാണ്. ഇത് നീർക്കെട്ടുള്ളിടത്ത്, നീരുള്ള ഭാഗത്തും നമ്മുടെ ജോയിന്റ് ഭാഗത്തേക്ക് ഇത് നല്ലതുപോലെ മുറിവെണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ചെറു ചൂടോടെ നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക. പെയിനുള്ള ഭാഗത്ത്, നീർക്കെട്ടുള്ള ഭാഗത്ത് ഈ കിഴി ചെറു ചൂടോടെ നമ്മുടെ കാലില് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക. അങ്ങനെ 10-20 പ്രാവശ്യം മിനിറ്റ് നേരം ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ജോയിന്റ് പെയിനും നീർക്കെട്ടും എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് റെഡിയാക്കി അരച്ച് പേസ്റ്റ് ആയിട്ട് നമുക്ക് പെയിനുള്ള ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നീരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് കാൽമുട്ടിലോ കൈമുട്ടിലോ ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്യുക. ഒരാഴ്ച നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക, നമ്മുടെ പെയിൻ എല്ലാം മാറിക്കിട്ടും. നമ്മുടെ ഈ പായ്ക്ക് റെഡിയാക്കുന്നത് എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നീരുണ്ടെങ്കിൽ കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുട്ടിന്റെ ഭാഗത്ത് ജോയിന്റ് ഭാഗത്തെല്ലാം നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു വെള്ള തുണിയിട്ട് കെട്ടിവെക്കുക. അരമണിക്കൂർ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് മാറ്റിക്കളയാം. അങ്ങനെ ഒരാഴ്ച ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ മാറി കിട്ടുന്നതായിരിക്കും. ഫ്രഷ് ക്രീമാണിത്. അപ്പം നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഓയിലായിട്ട് നമുക്ക് എണ്ണ കാച്ചിയിട്ട് നമുക്ക് നമ്മുടെ ജോയിന്റ് പെയിൻ ഉള്ളിടത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ കല്ലുപ്പ് മാത്രം ചേർക്കണ്ട എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.